ഡീപ് സീക്ക് ലാസ്റ്റ് വീക്ക് ടെക് ലോകത്ത് മുഴുവൻ ആ ഒരു പേര് മാത്രമായിരുന്നു കേട്ടിരുന്നത്. അമേരിക്കൻ AI കമ്പനികളെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ച ഡീപ് സീക്ക്. ശരിക്കും എന്താ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് AI ആപ്ലിക്കേഷൻസും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൽ തന്നെ ടോപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെ ChatGPT എന്ന് പറയുന്ന ആ ഒരു AI മോഡലാണ്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏകദേശം 100 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ R1 എന്ന് പറയുന്ന മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അത് ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്, മറ്റേത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. സോ ഈ ഒരു ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന ഈ ഒരു AI മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏകദേശം 50 പൈസ മാത്രമാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കി 100 രൂപ ഇവിടെ എടുക്കുന്നു, 50 പൈസ ഇവിടെ എടുക്കുന്നു. അതും വെറും തട്ടിക്കൂട്ട് സംഭവം ഒന്നല്ല കേട്ടോ, ആക്യുറേറ്റ് ആയിട്ടുള്ള അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ഡീപ് സീക്ക് R1 നിന്ന് കിട്ടുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഈ പറയുന്ന ടെക് ലോകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും ഒരു ഡൗട്ടായി, ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയ്ക്കധികം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും വന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എൻവിഡിയയുടെ അടക്കം ഒരുപാട് AI കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ അവർക്കത്തി പോലും ചിന്തിക്കാത്തത്ര ഒരു എമൗണ്ടിന്റെ നഷ്ടമാണ് അവരുടെ ഷെയർ വാല്യൂവിൽ വന്നിട്ടുള്ളത്. നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റൂല കേട്ടോ, ലക്ഷം കോടികളുടെ കണക്കാണ്. അത്രയധികം നഷ്ടമാണ് അമേരിക്കയ്ക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു AI മൊണോപ്പൊളി ഉണ്ടല്ലോ അമേരിക്കയുടെ, അതിന് മൊത്തത്തിലൊരു കൊട്ടാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് വഴി വന്നിട്ടുള്ളത്. ഇപ്പോൾ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ അതേപോലെ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിലെല്ലാം ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള AI ആപ്ലിക്കേഷൻ ഡീപ് സീക്കിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കുകയാണ്. ChatGPT-നൊക്കെ കവർ ചെയ്തു എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. സോ അത്രയ്ക്കധികം വലിയൊരു ചേഞ്ചാണ്, വലിയൊരു കുതിച്ചു ചാട്ടാണ് ഈ പറയുന്നത്. സോ ബാക്കിയുള്ളവർക്ക്, ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതൊരു പ്രചോദനമാണ്. കാരണം ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ് കേട്ടോ ശരിക്കും യഥാർത്ഥ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഒരുപാട് വീഡിയോസ് ഈ കമ്പനി എങ്ങനെ ഈ ലെവലിലേക്ക് എത്തി, എങ്ങനെയാണ് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് അവർ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ളതൊക്കെ ശരിക്കും വിശദമായിട്ട് പറയുന്നുണ്ട്. 1-2 വീഡിയോസ് കണ്ടു നോക്കുക. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒരു ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ. ശരിക്കും ഞെട്ടിക്കുക എന്ന് പറഞ്ഞാണല്ലോ, അതൊക്കെയാണ് ശരിക്കും നമ്മൾ മറ്റേ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ട സംഭവമാണ്. എന്തായാലും ഡീപ് സീക്ക് R1 അത് തന്നെയായിരുന്നു ലാസ്റ്റ് വീക്ക് ടെക് ലോകത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ ടെക് ടൈമിന്റെ 63ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് നമ്മളുടെ ഈ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ മൊത്തത്തിലുള്ള വീഡിയോസ് ഞാൻ നോക്കി. അതായത് ഈ എപ്പിസോഡിന് മുന്നേ 62 എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഈ 62 എപ്പിസോഡിൽ ഒരെണ്ണം പോലും 400 വ്യൂസിന് മുകളിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഏതോ ഒരെണ്ണം മാത്രമാണ് 372 നിൽക്കുന്നത്, ബാക്കിയൊക്കെ 300-ന് താഴെയായിട്ടാണ് നിൽക്കുന്നത്. സോ അത്രയും മോശമാണോ ഈ ഒരു സെഗ്മെന്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു അപ്ഡേറ്റ് തരാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ എന്തോ ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് ശരിക്കും ഇംപ്രഷൻസ് പോകുന്നുണ്ട് കേട്ടോ, ഒരു 25,000-50,000 ഇംപ്രഷൻസ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോയ്ക്കുള്ള ക്ലിക്ക് റേറ്റ് എന്ന് പറയുന്നത് 0.5%, 4% ഒക്കെയാണ്. സോ മാക്സിമം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വർഷം ഇറങ്ങാൻ പോകുന്ന iPhone 17 സീരീസിന്റെ കാര്യത്തിൽ ഒരു ഡിസൈൻ ചേഞ്ച് കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പിലായിരിക്കും ഈ വരുന്ന iPhone 17 സീരീസുകളുടെ ഡിസൈൻ എന്ന് പറയുന്നുണ്ട്. അത് ഇങ്ങനെ ആയിരിക്കില്ല. iPhone 17 Air എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്, അത് മാത്രമായിരിക്കും ഇത്തരത്തിലൊരു ഡിസൈൻ. അതായത് ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ വരുന്നത് ആ ഒരു iPhone Air എന്ന് പറയുന്ന മോഡൽ മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. സോ എന്താണെന്ന് അറിയില്ല. ഒരുപാട് വീഡിയോസിലും ഒരുപാട് റെൻഡേഴ്സും ഈ പറയുന്ന ഡിസൈനിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഉണ്ടല്ലോ, അതിന്റെ ഡിസൈനിൽ ആരോ പണി പഠിച്ചതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇനി വരാൻ പോകുന്ന iPhone 17 സീരീസിൽ ഒരു മോഡൽ അല്ലെങ്കിൽ എല്ലാ മോഡലും ഈ കാണുന്ന ഡിസൈനിലായിരിക്കും എന്നാണ് പറയുന്നത്. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ വർഷം മാർച്ച് അല്ലെങ്കിൽ ഒരു മെയ് മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന iPhone SE 4 അല്ലെങ്കിൽ iPhone 16e എന്ന് പറയുന്ന മോഡലിന്റെ ഒരു ഡമ്മി ഇമേജിന്റെ ലൈവ് വീഡിയോ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് ഈ ഒരു ഡിസൈനിൽ തന്നെയായിരിക്കും iPhone SE 4 എന്ന് പറയുന്ന ഫോൺ വരാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലും നമുക്ക് ആക്ഷൻ ബട്ടൺ തന്നെയാണ്. ആ ഒരു അലേർട്ട് സ്ലൈഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്തതുപോലെയാണ് എനിക്ക് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ തോന്നിയത്. അതേപോലെ ആ ഒരു നോച്ച് ഡിസൈൻ ഉണ്ടല്ലോ, അതാണ് വരുന്നത്. നമുക്കിവിടെ ഡൈനാമിക് ഐലൻഡ് വരുന്നില്ല. ടൈപ്പ് C ആണ്. റിയർ സൈഡിൽ ഒരു സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ബാക്കി ഫ്രെയിം ഫ്ലാറ്റ് ആണ്. കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാം. ഒരു ടിപ്പിക്കൽ iPhone ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. മിക്കവാറും ഈ ഒരു ഡിസൈനിലായിരിക്കും iPhone 16e അല്ലെങ്കിൽ iPhone SE
SE4 എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. 5999 രൂപയ്ക്ക് ലാവ യുവ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു 4G ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്നത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 6.67 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്, 13 മെഗാപിക്സലിന്റെ റിയർ ക്യാമറ, 5 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. അതായത് ഏറ്റവും മിനിമം സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് അത്രയും കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രം ലാവ യുവ സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. Pixel 9 Pro സീരീസിൽ കാര്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഉണ്ടല്ലോ, ക്യാമറ ബമ്പ്, അത് ആ ഒരു ബാക്ക് ഫ്രെയിമിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റാച്ച് ചെയ്ത് വരുന്നു എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വെറുതെ നമ്മൾ പോക്കറ്റിലിട്ടാലും ആ ഒരു ഭാഗം ആ ഒരു ബാക്ക് ഫ്രെയിമിൽ നിന്ന് അടർന്നു വീഴുന്നു എന്നാണ് പറയുന്നത്. കാര്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇഷ്യൂ തന്നെയാണ് അത്. ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ അതിന് വേണ്ടി വന്നതായിട്ട് കണ്ടില്ല. എന്തായാലും ഗൂഗിൾ പിക്സൽ 9 Pro സീരീസുകൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, ആ ഒരു ബാക്ക് സൈഡ് അടർന്ന് വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അടർന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി ഒരു സർവീസ് സെന്ററിൽ കൊടുക്കണ്ടേ? അതിനുള്ള ഒരു സൗകര്യം നമുക്കിവിടെ നിലവിൽ കേരളത്തിലില്ല. അത് കൊറിയർ അയച്ച് കൊടുക്കേണ്ടി വരും. ഒരു മാസമൊക്കെ ഫോൺ ഇല്ലാതെ നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. ഗൂഗിൾ പിക്സൽ 9 Pro സീരീസുകൾ ഉപയോഗിക്കുന്നവർ ഒന്ന് നോക്കുക. ഈ സെൽഫി ഒരുപാട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിറർ ഫോട്ടോസ് വരുന്ന കാര്യം. നമ്മൾ സെറ്റിംഗ്സിൽ മിറർ ഫോട്ടോ ഓൺ ആക്കിയാലും ഓഫ് ചെയ്താലും ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതിനൊരു പരിഹാരം ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് നമുക്ക് ഇങ്ങനെയല്ല, മിറർ ഫോട്ടോ ഈ ടൈപ്പ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ക്വിക്കായിട്ട് തന്നെ വേറെ എഡിറ്റിങ്ങിലൊന്നും പോവാതെ ഡയറക്റ്റ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഗൂഗിൾ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഫീച്ചർ യൂസ്ഫുൾ ആയിരിക്കും. ഫെബ്രുവരി 6 അസ്യൂസിന്റെ സൈഡിൽ നിന്ന് സെൻഫോൺ 12 അൾട്ര എന്ന് പറയുന്ന ഒരു പ്രീമിയം ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഞാൻ കണ്ടില്ല. ഒരിക്കലും വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ആവശ്യക്കാരില്ല. അതേപോലെ ഈ ഒരു സെൻഫോണിലുള്ള മോഡലുകൾ ഇന്ത്യയിലോട്ട് അധികം വരാറുമില്ല. എന്തായാലും സെൻഫോൺ 12 അൾട്ര 12 ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു സ്പെക്ക് കേട്ടത് അസ്യൂസിന്റെ തന്നെ റോഗ് 9 Pro എന്ന് പറയുന്ന മോഡലിന്റെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8Elite എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ പ്രൊസസർ തന്നെയാണ് ഇതിനെയും പവർ അപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ 6.78 ഇഞ്ച് വരുന്ന LTPO AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഇതൊരു പ്രീമിയം ഫോണാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് ഇതിന്റെ പ്രൈസും എക്സ്പെക്ട് ചെയ്യാം. ഈ മാസം 6 അസ്യൂസ് സെൻഫോൺ 12 അൾട്ര ഗ്ലോബലി ലോഞ്ച് ചെയ്യും. കാവിയർ എന്ന് പറയുന്ന അൾട്രാ പ്രീമിയം ലക്ഷറി ബ്രാൻഡിനെ കുറിച്ച് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമുക്കൊന്നും താങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലൊന്നും അവർ പ്രൊഡക്റ്റ് ഇറക്കാറില്ല. എനിവേ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മാർക്കറ്റിലുള്ള ലക്ഷറി പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഐഫോൺസ്, മറ്റ് വാലറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുടെ കാവിയർ എഡിഷൻ അവർ പുറത്തിറക്കും. അങ്ങനെ ഇറക്കുന്ന സമയത്ത് 24 കാരറ്റ് ഗോൾഡ്, ഡയമണ്ട്സ്, പ്രഷ്യസ് ജെംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കുക. അതായത് അവരുടേതായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ട് ഇറക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. 10 ലക്ഷത്തിന് മുകളിലൊക്കെ പോകാറുണ്ട്. എനിവേ ഇപ്പോൾ ബിറ്റ്കോയിൻ ഡിസൈനിൽ 24 കാരറ്റ് ഗോൾഡ് യൂസ് ചെയ്തിട്ട് ഐഫോൺ 16 പ്രോന്റെയും 16 പ്രോ മാക്സിന്റെയും ഒരു സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ട്. വെറും 47 യൂണിറ്റ് മാത്രമായിരിക്കും ഈ ഒരു ഡിസൈനിൽ ഫോണുകൾ ഐഫോൺ 16 പ്രോയും പ്രോ മാക്സും ഇറങ്ങാനായിട്ട് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 47ാമത് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കയറിയിട്ടുള്ളത്. അതിനൊന്ന് റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 47 യൂണിറ്റുകൾ പുറത്തിറക്കുന്നതെന്നാണ് പറയുന്നത്. ലിമിറ്റഡ് എഡിഷൻ ആണ്. അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്ന് 15 അൾട്ര എന്ന് പറയുന്ന ഫോൺ ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല. ഇനി ഒരു ഫോണിന്റെ ലൈവ് വീഡിയോ, ഫോട്ടോ, അതേപോലെ ആ ഒരു റെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ക്യാമറയുടെ ആ ഒരു സൈസ് നോക്കി, 1 ഇഞ്ച് സെൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോണി LYT900 എന്ന് പറയുന്ന 1 ഇഞ്ച് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും നല്ല, പ്രത്യേകിച്ച് ലൈക്കയുടെ കൊളാബറേഷനും കൂടി വന്നതോട് കൂടിയിട്ട് വേറെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ് തരുന്നത്. പക്ഷെ അവരുടെ സോഫ്റ്റ്വെയർ സൈഡ് ഉണ്ടല്ലോ, നല്ല മൂഞ്ചി ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ശരിക്കും അതും കൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാംസങ്, വിവോ ഒന്നും തന്നെ ഇവരുടെ 7 അകലത്ത് പോലും എത്തില്ല. അത്രയും പക്ക സ്പെക്കിലാണ് ഇവർ ഫോണുകൾ ഇറക്കുന്നത്. എനിവേ സോഫ്റ്റ്വെയർ കൊണ്ടുപോയി അവർ എപ്പോഴും കളയാറാണ് പതിവ്. ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ പ്രൊസസർ തന്നെയാണ് വരുന്നത്. 6000 mAh ബാറ്ററിക്ക് 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 90 വാട്ട് തന്നെയായിരുന്നു. ആ ഒരു ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഷവോമി 15 അൾട്ര ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്ന് അൾട്ര സ്ലിം എന്ന് പറയുന്ന ഒരു പവർ ബാങ്ക് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേര് പോലെ തന്നെ അത്രയും സ്ലിം ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് ഇത്. അതായത്
കൊണ്ട് നടക്കാൻ അത്രയും അത്യാവശ്യമുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു പവർ ബാങ്കുകളുടെ സൈസ് നമുക്കറിയാം 10,000 mAh 20,000 mAh, അതൊക്കെ നല്ല ചക്ക പോലെ ഇരിക്കും. അത് കൊണ്ട് നടക്കാനും അതിനുവേണ്ടി ഒരു പ്രത്യേക സ്പേസ് നമ്മൾ കാണേണ്ടി വരും. പക്ഷെ ഇത് അങ്ങനെയല്ല, അത്രയും സ്ലിം ആയിട്ടാണ് വരുന്നത്. അത്രയും സ്ലിം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നതും അത്രയും സ്ലിം തന്നെയാണ്. 4,900 mAh മാത്രമേ വരുന്നുള്ളൂ. എനിവേ, ഇന്ത്യയിൽ ഇത് വാങ്ങാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ ഷവോമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടും. 1,999 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സോ ഒരൊറ്റ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇത് മതി. അപ്പോൾ അത്രയും എമർജൻസി ഉള്ള ആളുകൾ ഈസി ആയിട്ട് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷവോമി അൾട്രാ സ്ലിം എന്ന് പറയുന്ന പവർ ബാങ്ക് കൺസിഡർ ചെയ്യാം. ഒരു 35,000 രൂപയ്ക്ക് താഴെ നല്ല ഫോൺ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. IQ Neo 10R എന്ന് പറയുന്ന ഫോൺ വന്ന് അതിന്റെ പ്രൈസ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഫോൺ എടുത്താൽ മതി. ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആമസോണിൽ അതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ വെച്ചിട്ടാണ് വരുന്നത്. 6,000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ തുടക്കം പറഞ്ഞ പോലെ 35,000 രൂപ 30,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ വരും. ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം, ട്രായുടെ നിർദ്ദേശപ്രകാരം ഡാറ്റ ഇല്ലാത്ത പ്ലാനുകൾ കൂടി വേണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഡാറ്റ ഉണ്ടാവും. സോ ഒരു ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4G 5G ഒന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. അവർക്ക് കോൾ ചെയ്താൽ മതി, SMS കിട്ടിയാൽ മതി. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജിയോയുടെ സൈഡിൽ നിന്ന് 2 പ്ലാനുകൾ വന്നിട്ടുണ്ട്. 1,748 രൂപ, അത് അൺലിമിറ്റഡ് കോള്, SMS, 336 ദിവസത്തെ വാലിഡിറ്റി. അതേപോലെ 448 ഒരു പ്ലാനും വന്നിട്ടുണ്ട്. അതിനും ഈ പറയുന്ന പോലെ ഡാറ്റ ഇല്ല, അൺലിമിറ്റഡ് കോളും SMS-ഉം. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 84 ദിവസം. എയർടെലിന്റെ സൈഡിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ, അവരുടെ ഈ പറയുന്ന ഡാറ്റ ഇല്ലാത്ത പ്ലാനൊന്നും ഞാൻ ഇപ്പൊ കണ്ടില്ല. മേ ബി വരും ദിവസങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കാം. മാർച്ച് 4-ാം തീയതി നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു ഇവന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 3A ആയിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ള ഒരു കൺഫർമേഷൻ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിന്റെ ക്യാമറ ഡിസൈനൊക്കെ അവർ ആദ്യം ഇങ്ങനെ ലൈറ്റ് കത്തുന്ന രീതിക്കൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ റെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 3 ക്യാമറകളാണ് ഇത്തവണ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഫോണിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തവണയും ബാക്കിൽ ലൈറ്റ് കത്തുന്ന ഒരു ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. സോ നത്തിങ് ഫോൺ 3A, അതേപോലെ 3A+ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും നത്തിങ് ഫോൺ 3A മാർച്ച് 4-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. കൗണ്ടർ പോയിന്റിന്റെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോൺ വിറ്റിട്ടുള്ളത് സാംസങ്ങോ ആപ്പിളോ മറ്റ് കമ്പനികളോ ഒന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ പോലെ വിവോ തന്നെയാണ്. ചൈനയിലും ഓൾറെഡി വിവോ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിന്റെ 19% ഫോണുകളും വിവോന്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഷവോമിയാണ് സെക്കൻഡ് പൊസിഷനിലുള്ളത്. 17% ഷവോമിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. അതേപോലെ സാംസങ് 16% 3-ാം സ്ഥാനത്തുണ്ട്. സോ ഏറ്റവും കൂടുതൽ ഫോണുകൾ ഉള്ളത് അവർക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ഫോൺ വാല്യൂ ഉള്ള ഫോണുകൾ വിറ്റിട്ടുള്ളത് അത് ആപ്പിൾ ആണ്. 23% ആപ്പിളിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. സാംസങ്ങിന് 22%, വിവോ 16%. സോ വില വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിൾ ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിറ്റ വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ വിവോ ആണ്. വിവോ ഇപ്പോൾ ഇറക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ശരിയാണ്, ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളിലേക്ക് വരുമ്പോൾ വില കൂടുതലാണ്. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ ഇറക്കുന്നത്. അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഒന്നിലും. അപ്പം അവരുടെ തന്നെ ഐക്യൂന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഐക്യൂ ഇല്ല കേട്ടോ. വിവോന്റെ മാർക്കറ്റ് ഷെയർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവരുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള ഐക്യൂന്റെ സൈഡിലോട്ട് വരുമ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് അവർ ഇറക്കുന്നത്. ആ ഒരു ഏതെങ്കിലും ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്യൂന്റെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളിലേക്ക് പോകേണ്ട വരുള്ളൂ. സോ അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് വിവോ ഐക്യൂന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് 35,000 രൂപയ്ക്ക് ഫോൺ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. IQ Neo 10R വന്നിട്ട് അതിൻ്റെ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് വാങ്ങിയാൽ മതി. നല്ല ഫോണാവാനുള്ള സാധ്യത ഉണ്ട്. എനിവേ, അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത്. Realme 14 Pro Plus-ന്റെ വീഡിയോ റെഡിയാണ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ഗുഡ് ബൈ.